മുട്ട നമ്മളെ ചതിക്കാണോ ഗൈസ്? മുട്ട നമുക്ക് പണി തന്നോ എന്നുള്ളത് നമുക്കിന്ന് നോക്കാം. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ന്യൂസ്. അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു കുറച്ച് ന്യൂസ് കാണാറുണ്ടാവും. എഗ്ഗ് കഴിച്ചാൽ ക്യാൻസർ വരും, എഗ്ഗ് ക്യാൻസറിന് കാരണമാകുന്നു. പക്ഷെ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ട്രസ്റ്റിഫൈഡ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ എഗ്ഗോസ് എന്ന് പറഞ്ഞ എഗ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ മുട്ടകളിൽ കുറച്ച് ചെക്കിങ് നടത്തി. അപ്പോൾ അവർ കണ്ടെത്തി എന്താണെന്നുണ്ടെങ്കിൽ എയോസൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദാർത്ഥത്തിൻ്റെ പ്രസൻസ് അവർ ഈ എഗ്ഗിൽ കണ്ടെത്തി. എന്താണ് എയോസൈഡ് എന്ന് ആലോചിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അതിലോട്ട് കിടക്കാം. അപ്പോൾ എന്താണ് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഫ്ലോ ചാർട്ട് നോക്കുക, ജസ്റ്റ് ഈ ഫ്ലോ ചാർട്ട് നോക്കുക. അപ്പോൾ ഈ ഫ്ലോ ചാർട്ടിൽ നിങ്ങൾക്ക് കാണാണ്ടാവും ഫസ്റ്റ്, അതായത് ഇവർ ഈ കോഴികൾക്ക് അവരുടെ രോഗങ്ങൾ തടയാനും അവർക്ക് അവരുടെ ബാക്ടീരിയൽ ഗ്രോത്തും അതുപോലുള്ള അങ്ങനത്തെ ഒന്നും വരാതിരിക്കാൻ ഇവരെന്ത് ചെയ്യും, ഫുഡിലും വെള്ളത്തിലൊക്കെ കുറേ ആൻറ്റിബയോട്ടിക്സ് ആഡ് ചെയ്ത് കൊടുക്കും. പക്ഷേ അതൊക്കെ ഓക്കെയാണ്, കാരണം ഒരു രോഗങ്ങൾ തടയാൻ നമ്മൾ മരുന്ന് കഴിക്കുന്നത് ഒറ്റയും കൊടുക്കണം. പക്ഷേ ഇവർ കൊടുത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈട്രോഫുറാൻ എന്ന് പറഞ്ഞുള്ള ഒരു ആൻറ്റിബയോട്ടിക്കാണ്. എന്താണ് ഈ നൈട്രോഫുറാൻ്റെ പ്രത്യേകത? ഈ നൈട്രോഫുറാൻ കോഴികളുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഒരു ഭക്ഷണം കഴിച്ചാൽ കഴിച്ച് നമ്മൾ ദഹനമൊക്കെ നടക്കില്ല. അങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് എയോസൈഡ് എന്നുള്ള ഒരു സബ്സ്റ്റൻസ് ഉണ്ടാവും. ഈ എയോസൈഡ് എന്ന സബ്സ്റ്റൻസ് ഈ കോഴികളുടെ ശരീരത്തിലോട്ടും അവരുടെ ബ്ലഡ് സ്ട്രീമിലോട്ടും ആഡ് ചെയ്യപ്പെടും. അങ്ങനെ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗ്ഗിലും അപ്പോൾ എന്ത് ചെയ്യും, ഈ എയോസൈഡ് സബ്സ്റ്റൻസ് ഉണ്ടാകും. ഈ എഗ്ഗാണ് നമ്മൾ കഴിക്കുന്നത്. ഈ എഗ്ഗ് മനുഷ്യന്മാർ കഴിക്കുമ്പം ഈ എയോസൈഡ് എന്ന് പറഞ്ഞ പദാർത്ഥം നമ്മുടെ ശരീരത്തിലോട്ട് എത്തും. ഈ എയോസൈഡിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ എയോസൈഡിനെ നമ്മുടെ DNA മ്യൂട്ടേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ DNA മ്യൂട്ടേഷൻ സംഭവിക്കുന്നതാണ് നമ്മൾ ഈ ക്യാൻസർ എന്ന് പറയുന്നത്. അതായത് DNA മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സെൽസ് ഉണ്ട്. ഈ സെൽസിൻ്റെ ഒക്കെ ഗ്രോത്ത്, അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വളർച്ച സംഭവിക്കുന്നില്ല. അപ്പോൾ ഇതേപോലെ സെൽസിൻ്റെ ഗ്രോത്താണ് നമ്മുടെ വളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന കുറേ സെൽസ് ഉണ്ട്. ഈ സെൽസിൻ്റെ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യുന്ന കുറേ സെൽസ് ഉണ്ട്. അപ്പോൾ ഈ സെൽസിൻ്റെ ഗ്രോത്തിനെ ഇത് എഫക്റ്റ് ചെയ്യും. അതായത് കൺട്രോൾ നഷ്ടപ്പെടും. അപ്പോൾ ഒരു പോയിന്റിൽ നമ്മൾ കണ്ടില്ലേ ഈ മുഴകളൊക്കെ ഉണ്ടാവണം ക്യാൻസർ ആയിട്ട്. അപ്പോൾ ഇതിനാണ് നമ്മൾ അതായത് ഒരു പോയിന്റിൽ സെൽസ് വല്ലാണ്ട് ഗ്രോത്ത് ആയിട്ട് അവിടെ മുഴകളൊക്കെ രൂപീകരിക്കപ്പെടും. ഇതിനാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ളൊരു സംഭവത്തിന് കാരണമാകുന്ന ഒരു പദാർത്ഥമാണ് ഈ എയോസൈഡ് എന്നുള്ള പദാർത്ഥം. അപ്പോൾ ഇതാണ് ഇവർ ഈ എഗ്ഗിൽ കണ്ടെത്തിയത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ നൈട്രോഫുറാൻ എന്ന് പറഞ്ഞുള്ള ആൻറ്റിബയോട്ടിക്സ് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഇന്ത്യ അടക്കം ഒരുപാട് രാജ്യങ്ങൾ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ 0.7 മൈക്രോഗ്രാമാണ് എയോസൈഡ് ഇവർ കണ്ടെത്തിയത്. ഈ 0.7 മൈക്രോഗ്രാം പെർ കിലോഗ്രാം നോക്കുമ്പോൾ വളരെ ചെറിയ എമൗണ്ടാണ്. പക്ഷേ ആ ചെറിയ എമൗണ്ടും അത്രമാത്രം ഡേഞ്ചറാണെന്നുള്ളതാണ് കാര്യം. കാരണം നമ്മൾ ഈ മുട്ട കഴിക്കുന്നത് ഒരു ദിവസം കഴിച്ച് പിന്നെ അടുത്ത കൊല്ലമല്ല കഴിക്കണത്. നമ്മുടെ ഈ ജിംബ്രോസും അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒരു മെയിൻ പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് കാണുന്ന ഒരു സാധനമാണ് ഈ എഗ്ഗ്. അപ്പം നമ്മളിതിങ്ങനെ കഴിക്കുമ്പോൾ ഇത് ഡെയിലി നമ്മുടെ ശരീരത്തിലോട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൗണ്ട് നമ്മൾ ഡെയിലി വെച്ച് കൂടിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ഗ്രോത്തിൽ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നീട് DNA മ്യൂട്ടേഷൻ സംബന്ധിച്ച് നമുക്ക് ഇങ്ങനെ ഇത്തരത്തിലുള്ള ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ വന്നുവിടും. പക്ഷെ നമ്മൾ അല്ലെങ്കിൽ കോഴികൾക്ക് ഇത് വരില്ല, കാരണം കോഴികളുടെ ലൈഫ് സ്പാൻ വളരെ ചെറുതാണ് മനുഷ്യന് സംഭവിച്ചത്. അതുകൊണ്ടാണ് നമുക്ക് അവയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണാത്തത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിലെ ഒരു യൂട്യൂബ് ചാനലാണ് ഇത് കണ്ടെത്തിയത്. അതും കണ്ടെത്തിയത് ആരെയിലാണ്? എഗ്ഗോസ് എന്ന് പറഞ്ഞ ഒരു പ്രീമിയം എഗ് പ്രൊഡ്യൂസിങ് കമ്പനിയിലാണ്. നിങ്ങൾ ആലോചിച്ചു, നമ്മുടെ നാട്ടിൽ ഈ 6 രൂപയ്ക്ക് 7 രൂപയ്ക്ക് മുട്ട വാങ്ങുമ്പോൾ ഈ എഗ്ഗോസ് എന്ന കമ്പനി പറയുന്നത് 12 രൂപയ്ക്കൊക്കെ 13 രൂപയ്ക്കൊക്കെയാണ് അവർ മുട്ട വിൽക്കുന്നത്. എന്നിട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ആൻറ്റിബയോട്ടിക് ഫ്രീ ആണ്, ഞങ്ങളിൽ ഒരു ഹോർമോൺസും ഇല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് തരുന്നൊരു കമ്പനിയിൽ ഇത്ര ഒരു സാധനം കണ്ടെത്തി. അപ്പം എന്തായിരിക്കും ഇതൊന്നും പറയാതെ വിൽക്കുന്ന സാധാരണ നമ്മൾക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന മുട്ടയുടെ അവസ്ഥ? അത് വേറെ ചോദ്യം. അതിലുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല, കാരണം ആരും ചെക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഈ എഗ്ഗോസിൻ്റെ FSSAI സർട്ടിഫൈഡ് ആണ് അവർ. അപ്പോൾ ഇവർ എന്താണ് ഈ FSSAI സർട്ടിഫൈഡ് കൊടുത്ത് വിടുന്നതെന്നാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. എന്താണ് ഇവർ ചെക്ക് ചെയ്യുന്നത്? മുട്ടയുടെ കളറാണോ, വെള്ള കളറാണോ, ചുവപ്പ് കളറാണോ സെർച്ച് ചെയ്തിട്ടാണോ ഇവർ വിടുന്നത്? എനിക്ക് അറിയണില്ല, എനിക്ക് മനസ്സിലാവണില്ല. എന്താണ് ഇവരൊക്കെ പണി? നമ്മുടെ നാട്ടിൽ വെള്ളം കുടിക്കാൻ വയ്യ, വായു, ഡൽഹിയത്തെ കാര്യമൊക്കെ അറിയാമല്ലോ, വായു ശ്വസിച്ചാൽ അവിടെ നമ്മുടെ ബീഡി വലിക്കണതിന് തുല്യമാണെന്നൊക്കെയാണ് പറയണത്. അപ്പം അത് പോയി. പച്ചക്കറികളിൽ വിഷം, എല്ലാത്തിലും മായം. ഇപ്പം മുട്ടയും പോയി. ഇനിയിപ്പോൾ എന്താ നമ്മൾ തിന്നുക? നമ്മൾ മനുഷ്യന്മാർ കഷ്ടപ്പെട്ട് പണിയെടുത്ത് തിന്നണതൊക്കെ വിഷം. ഇത് തിന്നാൽ ക്യാൻസർ പോലത്തെ രോഗങ്ങൾ. എങ്ങനെ നമ്മളിങ്ങനെ ജീവിക്കുക? അറിയില്ല ഗൈസ്, എന്താ ചെയ്യണമെന്ന് ഒരു പിടുത്തമില്ല. നമ്മൾ ആരോട് ഒരിക്കലും ഇതൊരു ഒരു പൗരനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുടെ പരിധിയിലല്ല. അതൊന്നും നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയില്ല. ഇപ്പം നമ്മൾ പറയുകയാണ്, ഇപ്പോൾ വേറെ എന്തെങ്കിലും കാര്യത്തിലാണെങ്കിൽ നമുക്കിത് ചെക്ക് ചെയ്ത് പറയാം, ഇതിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, ഒരു പഴം കേടുവന്നാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ നമ്മൾ ഇത്തരത്തിലുള്ള സബ്സ്റ്റൻസിൻ്റെ പ്രസൻസ് നമ്മൾ ഇത്തരം പദാർത്ഥങ്ങൾ കണ്ടെത്തും? നമ്മളൊരു മുട്ട നോക്കിയിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു മുട്ട എടുത്തിട്ട് എനിക്ക് പറയാൻ പറ്റും ഇതിൽ
ഈ നൈട്രോഫുറാൻ്റെ എയോസൈഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റില്ല, നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങനെ ചെക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിന് ആകെയുള്ള സോഴ്സ് ഇതിൻ്റെ അതോറിറ്റീസ് കൃത്യമായി ചെക്ക് ചെയ്യണം എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരത്തിലൊരു പ്രശ്നം നമ്മൾ ശരിക്കും അഭിമുഖീകരിക്കേണ്ട ഇന്ന നാട്ടിൽ. കാരണം ഈ മുട്ടയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചെറിയ കുട്ടികളും അതായത് ഈ ഹെൽത്ത് ഫ്രീക്കായുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ കാണിച്ചിരുന്നതാണ്. ഇപ്പോൾ എൻ്റെ കേസിൽ ഞാനൊരു സമയത്ത് കൊച്ചിയിലൊക്കെ ഉള്ളപ്പം ഡെയിലി 6, 7, 8 മുട്ട വെച്ച് കഴിച്ചിരുന്നു. അത് യോക്കും ഫുള്ളായിട്ട് കഴിക്കായിരുന്നു. അപ്പോൾ എന്താണ് നമ്മൾ അത്രമാത്രം കഴിക്കുന്ന ഒരു സാധനത്തിലാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് റിസർച്ച് നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും മാക്സിമം അതൊരു നല്ലൊരു വഴിയായിട്ടൊന്നും ഞാൻ പറയണില്ല, പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം വേവിച്ച മുട്ട കഴിക്കുക. ഒരിക്കലും ഹാഫ് ബോയിൽഡും വേവിക്കാതെയും കഴിക്കാതിരിക്കുക. അത് ചെറിയ രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യും നമുക്ക് ഇത് വരാതിരിക്കാൻ. അപ്പം അങ്ങനെ ചെയ്യാൻ നോക്കുക. പിന്നെ മാക്സിമം ട്രസ്റ്റിഫൈഡ് ഉള്ള ആളുകളിൽ നിന്ന് മുട്ട വാങ്ങുക. നാട്ടിൽ നിന്ന് വീടുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ നോക്കുക. കാരണം ഇതിനൊക്കെ ഒരു സെർച്ചിങ് നടക്കണുള്ളൂ. ഇവരിപ്പോഴും ഇതിന് കൃത്യമായിട്ടുള്ളൊരു ഇതിലൊന്നും എത്തിച്ചേർന്നില്ല. ഇനി ഇവർ സെർച്ച് ചെയ്തിട്ട് ഇവരുടെ റിപ്പോർട്ടുകളൊക്കെ വരണം. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. നമുക്കറിയില്ല എന്തൊക്കെയാണ് ഇവർ പറയാൻ പോകുന്നത്. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എത്രമാത്രം വിഷമാണെന്നൊക്കെ ഇനി വരുന്ന ന്യൂസുകളിൽ കണ്ടറിയാൻ നമുക്കൊക്കെ വിധി. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ആളുകളോട് എത്തിക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് ജിമ്മിലും പോകണം, അതായത് മുട്ട ശരിക്ക് കഴിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ജിം ബഡീസിനൊക്കെ അയച്ചു കൊടുക്കുക. അവരോട് പറയുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. എന്നും കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനം വിഷമാണെന്ന്, ഇതിനൊരു വിഷമാണെന്ന് പറയാൻ മാത്രമേ എനിക്ക് പറ്റുന്നുള്ളൂ. ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ. അപ്പം നിങ്ങളുടെ കമൻസും നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക. താങ്ക് യു ഗൈസ്.